എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം വെരിക്കോസ് വെയിൻസ്, പൈൽസ്, വെരിക്കോസീൽ എന്നുള്ളതാണ്. ഇത് 4 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ, പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഡയഗ്നോസിസ് എന്നുള്ളതൊക്കെയാണ്. പിന്നെ അടുത്ത പാർട്ടുകളിൽ നമ്മൾ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന വേറെ രോഗങ്ങൾ കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്, പിന്നെ ജീവിതശൈലിയുടെ ഇമ്പോർട്ടൻസ് ഈ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിൽ എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ ആദ്യത്തെ ചോദ്യമായിട്ടുള്ളത് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ വെരിക്കോസ് വെയിൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ 2 തരം രക്തക്കൊഴലുകളാണുള്ളത്. ഒന്ന് ആർട്ടറി, മറ്റത് വെയിൻ. ഇപ്പം വെയിനിന് വരുന്ന, അതായത് രക്തം, ശുദ്ധരക്തം കൊണ്ടുപോകുന്നതിന് ആർട്ടറി എന്ന് പറയും, അശുദ്ധരക്തം തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെയിനുകൾക്ക് വന്ന് അത് വീർത്തു വന്ന് അതിൻ്റെ ഇടയിൽ ചെറിയ വാൽവുകളുണ്ട് ഈ വെയിനകത്ത്, അതിനൊക്കെ ഡാമേജ് വന്ന് ബ്ലഡ് താഴെ കെട്ടി നിൽക്കുന്നത് പോലെ വരികയാണ്. അപ്പൊ അതിന്റെ പ്രഷറും കൂടും, വീനസ് ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ വീനസ് ഹൈപ്പർടെൻഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതായത് വെയിൻസിന് ഡാമേജ് വന്ന് ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം വരുന്ന, ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആകാതെ വരുന്നത്, അതിനാണ് വെരിക്കോസ് വെയിൻ. സാധാരണ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ കാലിലൊക്കെ വണ്ണം വെച്ച് തടിച്ചിരിക്കുന്നതൊക്കെയാണ്. പക്ഷെ അതേസമയം പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ വേറെ രീതിയിലും വരാം. ചിലപ്പം വേദനയായിട്ട് വരാം, അല്ലെങ്കിൽ കളർ വ്യത്യാസമായിട്ട് വരാം, അങ്ങനെ പല രീതിയിൽ വരാം, ചൂട് ആയിട്ട് അനുഭവപ്പെടാം എന്നൊക്കെയാണ്. ശരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാണുന്നത് നമ്മുടെ സ്കിന്നിനടിയിലെ രക്തക്കൊഴലുകൾക്ക് വരുമ്പോഴാണ്, നമ്മൾ ഇങ്ങനത്തെ ഡാമേജ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒത്തിരി വണ്ണം ഉള്ളവർക്കൊക്കെ നല്ല സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒത്തിരി കൂടുതലാണെങ്കിൽ അതത്ര പ്രോമിനൻ്റ് ആവണമെന്നില്ല. ഏറ്റവും മെയിൻ രക്തക്കൊഴലുകൾ കിടക്കുന്ന മസിലിനകത്ത് ഡീപ്പ് വെയിൻസ് എന്ന് പറയും. ഈ ഡീപ്പ് വെയിൻ തടിച്ചു വന്ന്, അതുപോലെ അതിൻ്റെ അകത്തെ വാൽവുകൾക്ക് ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറമേ കാണണമെന്നില്ല. അപ്പം ചിലപ്പോൾ കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലിന് കഴപ്പ്, അസ്വസ്ഥത, അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരിക, ഇതൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പം പുറമേ കുറച്ചൊരു ഫെയർ സ്കിൻ, വെളുത്ത നിറമുള്ളവർക്കാണെങ്കിൽ ഈ സ്പൈഡർ വെയിൻസ് എന്ന് പറയും, ചെറിയ ചെറിയ നീല നിറത്തിലുള്ള ചെറുതി പോലെ ഇങ്ങനെ കാണാം. അങ്ങനെ ഉണ്ടാകും, പ്രത്യേകിച്ച് തൈസില്, കാലിൻ്റെ താഴത്തെ ഭാഗത്ത്, ഉൾഭാഗത്തായിട്ട്, അങ്ങനെയുള്ളിടത്തൊക്കെ കുറച്ചുകൂടി തിൻ സ്കിൻ ഉള്ളിടത്ത് അങ്ങനെയും കാണാൻ പറ്റും. അപ്പം അങ്ങനെ ചെറിയ അത് മാത്രം വരുമ്പം നമുക്ക് അസ്വസ്ഥതകൾ വരണമെന്നില്ല. അത് നമുക്കൊരു കോസ്മെറ്റിക്, അതിൽ കാണാനുള്ള ഒരു ഭംഗിക്കുറവ് മാത്രമേ വരുള്ളൂ. പക്ഷെ ഉള്ളിലെ രക്തക്കൊഴലുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് അറിയേയില്ല. അപ്പോഴാണ് നമുക്ക് വേദന ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്നത്. ഈ വെരിക്കോസ് വെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഈ കാണുന്നത് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് പോലെ ചെയ്ത് അതിൻ്റെ സ്റ്റേജസ് എന്താണ് എന്നൊക്കെ അറിയുന്നത് അതെങ്ങനെയാണ്? സ്റ്റേജസ് നമ്മൾ സ്റ്റേജിങ് എന്ന് പറയുമ്പോൾ ഒരു 6 സ്റ്റേജസ് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യാറുള്ളത്. 0 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഈ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾക്ക് സ്പൈഡർ വെയിൻസ് എന്നൊക്കെ പറയുന്നതിന് സ്റ്റേജ് 1 എന്ന് പറയും. പിന്നെ അതിന് നീര് വരിക, അല്ലെങ്കിൽ കളർ വ്യത്യാസം വരിക, അൾസർ, സ്കിന്നിൽ പ്രശ്നങ്ങൾ വരിക, പിന്നെ ബ്ലീഡിങ് വരിക, ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻസ് കൂടി വരുമ്പോഴാണ് ഒരു 6th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 6 സ്റ്റേജിന് ഒരു 6 എന്ന് പറഞ്ഞുണ്ട്. 6 സ്റ്റേജിൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രണം വന്നിട്ട് ഒന്ന് കരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വീണ്ടും വ്രണം വരുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ 6 റെക്കറൻസ് എന്ന് പറയും. പിന്നെ 5th ആണെങ്കിൽ നമ്മൾ ബ്ലീഡിങ് വന്നിട്ടുള്ളതാണ് നേരത്തെ. അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് വരും. ബേസിക്കലി ഓരോ സ്റ്റേജ് കൂടി വരുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ ചെറുതായിട്ടായിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ട്. ഇത് വർഷങ്ങൾ കൊണ്ടാണ് ഇത് കൂടി വരുന്നത്. അതായത് വർഷങ്ങളെടുത്താണ് ഡാമേജ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം വരെ അല്ല ഇതൊക്കെ ചെയ്യുന്നത്. യൂഷ്വലി ഇത് വളരെ കാലങ്ങളെടുത്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അതിനകത്ത് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയൊക്കെ ഉള്ളത് വരുമോ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൂടി വന്നിരിക്കും. അതായത് പ്രോണായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കൂടി വന്നിരിക്കും. പിന്നെ ഇതിന് ഡയഗ്നോസിസിന് വേണ്ടി എന്ത് ടെസ്റ്റുകളോ സ്കാനോ എന്താണ് ചെയ്യുക? ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഉള്ളിലെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ്, ഡീപ്പ് വെയിൻസിന് ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ട്യൂണിക്കറ്റ് കെട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ബേസിക്കലി അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കളർ ഡോപ്ലർ വെച്ചിട്ടുള്ള സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വാൽവുകൾക്ക്, അതായത് വാൽവുകൾ എന്ന് പറയുമ്പം ഈ രക്തക്കൊഴലിൽ ത്രൂട്ട്
ഇങ്ങനെ തിരിച്ച് ബ്ലഡ് പോകാതിരിക്കാനും വാൽവുകളുണ്ട്. ഹാർട്ടിനൊക്കെ വാൽവ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വാൽവ് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ആർട്ടറിക്ക് വാൽവില്ല, പക്ഷെ വെയിനുകളിലെല്ലാം വാൽവുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ബ്ലഡ് തിരിച്ച് മുകളിലേക്കാണല്ലോ കയറി പോകേണ്ടത്. അപ്പം മുകളിലേക്ക് കയറി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിലെ മസിൽസ് ആണ് ഇതിനെ പമ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആർട്ടറിക്ക് ഇതിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തത്തിലേക്ക് പമ്പ് ചെയ്യാൻ നമുക്ക് ഹാർട്ടുണ്ട്. ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത്. ആ പ്രഷറിലാണ് എല്ലാ അവയവങ്ങളിലേക്കും ആർട്ടറി വഴി ബ്ലഡ് കിട്ടുന്നത്. ഇത് തിരിച്ചു വരുന്നത് അങ്ങനെയല്ല. അവിടെ പമ്പിങ് ആയിട്ട് പ്രത്യേകിച്ച് ഹാർട്ടൊന്നുമില്ല. അപ്പൊ കാലിനെ സംബന്ധിച്ചിടത്തോളം ആണ് കാഫ് മസിൽസിന് തന്നെയാണ് അതിന് സെക്കൻഡ് ഹാർട്ട് എന്ന് തന്നെ പറയാറുണ്ട്. ഹാർട്ട് പോലെ തന്നെയാണ് നമ്മൾ മസിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം മസിൽ വർക്ക് ചെയ്ത് പമ്പ് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം അത് മുകളിലേക്ക് വരും. അപ്പൊ അത് തിരിച്ച് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ വാൽവുകൾ ഉണ്ടാകും. അപ്പം ഈ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനകത്ത് ഇങ്ങനെ കൂടി നിന്ന് വെയിൻ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് ഫെയിൽ ചെയ്യും. പിന്നെ വാൽവിന് തന്നെ ഡാമേജ് വരും. അപ്പം ഇപ്പൊ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് പോയാൽ അത് കഴിഞ്ഞിട്ടെല്ലാം കൂടെ താഴേക്ക് പോകും, ബ്ലഡ് എല്ലാം താഴേക്ക് പോകും. അതാണ് അതിനകത്ത് ഇതിൽ സംഭവിക്കുന്നത്. പക്ഷെ ഏതൊക്കെ വാൽവിനാണ് ഡാമേജ് വന്നിട്ടുണ്ട്? വാൽവ് തന്നെ വെയിനുണ്ട്, പിന്നെ ഈ സൂപ്പർഫിഷ്യൽ വെയിനും, അതായത് സ്കിന്നിനടിയിലെ വെയിനും മെയിൻ ആയിട്ടുള്ള മസിലിന് ഉള്ളിനകത്തുള്ള വെയിനുകളും തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ പെർഫറേറ്റേഴ്സ് എന്ന് പറയും. അതിനകത്തും വാൽവുണ്ട്. അപ്പം ഈ തിരിച്ച് നമ്മൾ കാലിലെ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഡീപ്പ് വെയിനിൽ നിന്ന് സൂപ്പർഫിഷ്യൽ വെയിനിലേക്ക് പോകാതിരിക്കാനുള്ള വാൽവും ഉണ്ട്. അതിനും ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മുകളിലേക്ക് പോകേണ്ട ബ്ലഡ് എല്ലാം സ്കിന്നിനടിയിലെ ബ്ലഡ് വെസലിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴാണ് വളരെ ഫാസ്റ്റായിട്ട് വെരിക്കോസ് വെയിനിന് ഈ സ്കിന്നിനടിയിലെ രക്തക്കൊഴലുകൾ മടങ്ങി ഇങ്ങനെ വീർത്ത് മടങ്ങി വരാനുള്ള കാരണം ഈ പെർഫറേറ്റേഴ്സിന് ഡാമേജ് വരുന്നതും കൂടെയാണ്. ശരിക്കും ഈ വെരിക്കോസ് വെയിൻ പറയുമ്പോൾ സാധാരണ തുടക്കത്തിൽ അത് എല്ലാവരും ഒരു കോസ്മെറ്റിക് പ്രോബ്ലം പോലെ അല്ലെങ്കിൽ നിസ്സാര കാര്യമായിട്ടാണ് കാണുക. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പം പലരെയും ഇങ്ങനെ ഈ ഭയങ്കരമായിട്ട് വ്രണമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറാരോഗം പോലെയൊക്കെ നടക്കുന്നതായിട്ടും ഇങ്ങനെ എഡീമ വന്നും ഒക്കെ കാണുന്നത്? എന്തുകൊണ്ടാണ് അത് ആ തുടക്കം സ്റ്റേജിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്? ഒന്ന്, നമുക്ക് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഈ വെരിക്കോസ് വെയിന് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു നോളജ് മെഡിക്കൽ സയൻസിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു 15 years നമ്മൾ ഈ മോഡേൺ മെഡിസിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ രക്തക്കൊഴിലിനെ അങ്ങ് എടുത്തു കളയുക എന്നുള്ളൊരു ഓപ്പറേഷനായിരുന്നു ചെയ്യുന്നത്. ഓപ്പറേഷനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആ രക്തക്കൊഴിലിനകത്തേക്ക് മരുന്ന് കുത്തിവെച്ച് രക്തക്കൊഴിലിനെ നശിപ്പിക്കുന്നത് പോലെയുള്ളതാണ്. അപ്പം പുറമേ നോക്കുമ്പം ഒന്നുമില്ല, രക്തക്കൊഴിലിനെ എടുത്തു കളഞ്ഞു. പക്ഷെ രക്തക്കൊഴിലിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തയോട്ടം ഉണ്ടാവണമല്ലോ. ആർട്ടറിക്കകത്തോട്ട് വരുന്ന ബ്ലഡ് തിരിച്ച് നമ്മളുടെ വേസ്റ്റും കളക്ട് ചെയ്ത് തിരിച്ച് ഹാർട്ടിലേക്ക് ചെല്ലണം. അതിനുള്ള വഴിയില്ലെന്നാക്കി കളയുകയായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ 10-20 വർഷം അല്ലെ 30 വർഷം മുമ്പ് വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ നമുക്കെല്ലാവരും ചിന്തയുണ്ടല്ലോ, ഇപ്പൊ തുടക്കത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളൂല്ലോ എന്ന്. അപ്പം ആ ഒരു ആസ്പെക്റ്റിലുള്ള ആ ചികിത്സ തന്നെ ഒരു തെറ്റായ രീതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം അന്നൊക്കെ പലപ്പോഴും ആദ്യം തുടങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണിയല്ല. അത് രക്തക്കൊഴലുകൾ വീർത്തു വന്നു, ചെറുതായിട്ട് അസ്വസ്ഥതയൊന്നുമില്ല. അപ്പൊ തന്നെ ഇപ്പം ലേഡീസ് ആണെങ്കിൽ ഇപ്പം കുറച്ച് അതിൻ്റെ ഒരു അഗ്ലി ലുക്കിന്റെ ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് ബീച്ച് വെസ്റ്റേണേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇതുപോലെ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിലും ഒക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ഭംഗിക്കുറവ് വരുമല്ലോ. അതുപോലെ തന്നെ ഈ നമ്മൾ പലപ്പോഴും പേഷ്യൻസ് കാണാറുണ്ട്, ഈ ഡിഫൻസിലും പോലീസിലും ഒക്കെ അവരുടെ ഫിസിക്കൽ ടെസ്റ്റിന് ചെല്ലുമ്പോഴേക്കും വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് അപ്പം ചെറുതായിട്ടേ കാണുള്ളൂ യങ്സ്റ്റേഴ്സ് ആണ് ഇതിനൊക്കെ പോകുന്നത്. ചെറിയ നിലയിൽ ഒന്നോ രണ്ടോ സ്മോൾ വെയിൻസ് ഉള്ളെങ്കിൽ പോലും അവരത് പോയി സ്ലീറോതെറാപ്പിയും ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, റേഡിയോ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ലേസറോ ഒക്കെ വെച്ചിട്ട് അതിനെ ചുരുക്കിക്കളയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളിടത്ത് ചുരുക്കാൻ നോക്കുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് അത് നടക്കും. പിന്നെ ഒത്തിരി കൂടുതലുള്ളവർക്കാണ് വെയിൻ തന്നെ അങ്ങ് എടുത്ത് കളയുന്നത് ചെയ്യുന്നത്. അപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മുടെ ബ്ലഡ് വെസൽസിനെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോസ്മെറ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചെറിയ ഭാഗമൊക്കെ ആണെങ്കിൽ പിന്നെ ബോഡി അത് അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ എന്തുകൊണ്ട് അത് വന്നു എന്ന് കണ്ടുപിടിച്ച് ആ ബേസിക്കലി ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ആർട്ടറിക്കകത്ത് ബ്ലഡ് പ്രഷർ കൂടുന്നതിനെയാണ് നമ്മളെപ്പോഴും അതിനാണ് മരുന്നൊക്കെ എടുത്ത് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നത്, രക്തസമ്മർദ്ദം കൂടി. ആക്ച്വലി ഈ വെയിൻസിനകത്തെ രക്തസമ്മർദ്ദം കൂടുകയും കൂടിയാണ് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പൊ
അതല്ല കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ശരിക്കും ഈ രക്തക്കൊഴലിനെ എടുത്തു കളയുക അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭാവിയിൽ അത് കൂടുതൽ കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകത്തേ ഉള്ളൂ. കാരണം കുറേ നാളുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ കാലിന് ചൊറിച്ചിൽ, നിറവ്യത്യാസം, എക്സിമ പോലെ ഇത് വരാൻ തുടങ്ങും, പിന്നെ അൾസർ ആകും, പിന്നെ ബ്ലീഡിങ് വരാം, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസിലേക്ക് പോകും. അപ്പോൾ വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് സർജറി ചെയ്ത് നമ്മൾ അതിനെ അങ്ങ് മാറ്റിക്കളയാന്ന് വെക്കുന്നത് അത് തുടക്കത്തിലേ ഉള്ളൊരു ചികിത്സയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോളജൊക്കെ വരുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്ത ഓരോരോ കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ ഒരു പരിധി വരെ അതിങ്ങനെ ഇപ്പോൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പം നമുക്ക് മച്ച് മോർ നോളജ് വന്നിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യാനും. പിന്നെ ഇതിന്റെ കാരണം എന്താണ്, ഇപ്പം ബേസിക്കലി പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമാണെന്നാണ്. ഈവൻ വെരിക്കോസ് വെയിനും നമുക്ക് പൈൽസും അതുപോലെ പുരുഷന്മാരിൽ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോഡക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ കാണുന്ന വെരിക്കോസീൽ എന്ന് പറയുന്നത്, അതായത് സ്ക്രോട്ടത്തിലെ രക്തക്കൊഴലുകൾ ഈ വെയിൻസ് തടിച്ചു വരുന്നത്. അപ്പം ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്ന രോഗമാണ്. അത് വീനസ് ഇൻസഫിഷ്യൻസി, വീനസ് ഹൈപ്പർ ടെൻഷൻ. അതിന്റെ കാരണം തന്നെ വരുന്നില്ല വാൽവുകൾക്കും രക്തക്കൊഴലുകളിലെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും, ഇലാസ്റ്റിൻ, കൊളാജിൻ എന്നൊക്കെ പറഞ്ഞത്. അതിനെയൊക്കെ നമ്മുടെ ബോഡി തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഓട്ടോഇമ്യൂൺ പ്രോസസ് ആണെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമുള്ള പലർക്കും അവരുടെ ആ കാലിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ഇങ്ങനെ മുറിവുകൾ പോലെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കളറ് മാറുക, പിന്നെ കാലിന് വേദന ഉണ്ടാവുക, അങ്ങനത്തെ ഇഷ്യൂസും വരാറുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മുറിവ് വന്നാൽ അതിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും മരുന്ന് അതിന് വേണ്ടി ഇട്ടാൽ തന്നെ അത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഈ കളറ് മാറുന്നതിനും നമ്മൾ എന്തെങ്കിലും ക്രീമൊക്കെ ഇട്ടാലും ഒന്നും അത് അങ്ങനെ മാറില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഈ വേദനയ്ക്കാണെങ്കിലും ഒരു പരിധി കൂടുതൽ ഈ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പെയിൻ ബാംസ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല എന്ന്. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ പ്രൈമറി ബുദ്ധിമുട്ടുകളെല്ലാം വരാൻ കാരണം അവിടെ വേണ്ടത്ര ഓക്സിജനേഷൻ വരുന്നില്ല, അവിടുന്ന് വേസ്റ്റ് മൂലം നടക്കുന്നില്ല. വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് സ്കിന്ന് കറുത്തു വരുന്നത്. അപ്പൊ അതുപോലെ സ്കിന്നിൽ ആ വേസ്റ്റ് കൂടുമ്പോൾ അവിടെ ചൊറിച്ചിൽ വരും, ചൊറിഞ്ഞ് പൊട്ടിക്കഴിയുമ്പോൾ അത് വ്രണമായി മാറും. വ്രണം കരിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെല്ലുകൾ മാറി ഇപ്പോൾ എന്തൊരു ഡാമേജസ് ടിഷ്യൂവിന് വന്നാലും ആ ഡാമേജ്ഡ് ആയിട്ടുള്ളത് മാറി പുതിയ സെല്ലുകൾ, കോശങ്ങൾ തന്നെ പുതിയതുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളുടെ രക്തയോട്ടം നടക്കുന്നില്ല. അപ്പൊ എങ്ങനെ പുതിയ നല്ല ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാൻ പറ്റും? സെൽസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ന്യൂട്രീഷൻ വേണ്ടേ? അപ്പൊ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല, വേസ്റ്റ് അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പൊ അതിനകത്ത് എന്റെ സ്റ്റേജിൽ ഒത്തിരി കൂടി കഴിയുമ്പോഴേക്കുമാണ് ഈ നീർക്കെട്ട് വന്ന് അതിന് കളർ ചേഞ്ച് ആയിരിക്കും വരുന്നത്, പിന്നെ നീര് വരാൻ തുടങ്ങും, പിന്നെ ഈ ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും, പിന്നെ അത് നോൺ ഹീലിംഗ് അൾസർ ആകും. അപ്പൊ അതിനുകൂടെ മിക്കവാറും ഇത്രയും പ്രോബ്ലത്തിലേക്കൊക്കെ പോകുന്നവർ ഒന്നെങ്കിൽ നേരത്തെ പോയി ഓപ്പറേഷനോ ലേസർ സർജറിയോ ഒക്കെ ചെയ്ത് രക്തക്കൊഴലുകളെ തന്നെ ഡാമേജ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് മിക്കവാറും അതിൻ്റെ കൂടെ ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക്, ഹാർട്ടിന് അസുഖമുള്ളവരായിരിക്കും അപ്പോൾ പലരും. അപ്പോൾ ഹാർട്ടിന് അസുഖമുള്ള 1-2 പ്രാവശ്യം സ്റ്റെൻഡ് ഇടുകയോ ബൈപ്പാസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരുടെ കാലിൽ രക്തക്കൊഴലുകൾക്കും ഡാമേജ് ഉണ്ടാവും, അതായത് ആർട്ടറിക്കും ഡാമേജ് ഉണ്ടാവും. അതിൽ ആത്തറോസ്ക്ലെറോസിസും കൊഴുപ്പടിഞ്ഞ് കൊറോണറി ആർട്ടറിയിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരുടെ കാലിലേക്കുള്ള രക്തക്കൊഴലുകൾക്കും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും, അവിടെയും ബ്ലോക്ക് ഉണ്ടാവും. അപ്പം ആർട്ടറിക് വഴിയുള്ള രക്തക്കൂട്ടം കുറവായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴാണ് ഇതിലേക്ക് പോകുന്നത്. അതിന്റെ ഒപ്പം നമ്മൾ ഈ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് തന്നെ രക്തക്കൊഴലിനെ എടുത്തു കളയോ സ്ക്ലെറോതെറാപ്പി ചെയ്യോ ലേസർ സർജറി ചെയ്യോ അല്ലെ വീനാസീലൊക്കെ വെച്ച് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അഗ്രവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഇടുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ തന്നെ മിക്കവാറും എല്ലാം ടോക്സിക്. ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളും ടോക്സിനാണ്. നമ്മൾ നല്ല ആരോഗ്യമുള്ള സ്കിന്നിലൊക്കെ ആണെങ്കിൽ നമ്മൾ മരുന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉളുക്കമൊക്കെ വരുമ്പോൾ നമ്മൾ മരുന്നിടും. പക്ഷെ ഇതിപ്പോൾ ഓൾറെഡി ഡാമേജ്ഡ് സ്കിൻ, അപ്പം ബാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മോർ പ്രോബ്ലത്തിലേക്ക് പോകുള്ളൂ. പിന്നെ ആന്റിബയോട്ടിക് പഴുപ്പുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കിന് ഒരു റോളുണ്ട്, അല്ലെങ്കിൽ അവിടെ ആന്റിബയോട്ടിക്കിന് റോൾ വരുന്നില്ല എന്നുള്ളതാണ്.
മറ്റേ ലോക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടാണെങ്കിലും ഉള്ളിൽ കഴിക്കുന്നതാണെങ്കിലും. പിന്നെ പെയിൻ കില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കാം. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഇത് 10-20 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇത് ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് മരുന്നുകൾ അങ്ങനെ സ്ഥിരം ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആവും. അപ്പൊ കൂടുതൽ പഴുപ്പോ വേദനയോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം ഒരു ഫ്യൂ ഡേയ്സിനൊക്കെ വേണമെങ്കിൽ മരുന്നെടുക്കാമെന്നല്ലാതെ ഡെയിലി എടുക്കാൻ പറ്റിയതല്ല ഈ വേദന സംഹാരികളൊന്നും. ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ഒരു റിസ്ക്കാണ്. പലരും ഈ ജിമ്മ് പോകുന്ന ആൾക്കാരും ഒക്കെ അവരുടെ നെറ്റിയിലും കയ്യിലും എല്ലാം ഇങ്ങനെ തടിച്ച് ഇരിക്കുന്നത് കാണാം, കാലിലും എല്ലാം. അപ്പം എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളൊരു ഫിയറുണ്ട്. അപ്പം അത് എത്രമാത്രം ശരിയാണ്? എക്സസൈസ് പ്രോപ്പർ അല്ലാതെ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നതും എക്സസൈസ് നമുക്ക് ബോഡിക്ക് അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് വരുമ്പോഴാണ് ഈ പമ്പിങ് തന്നെ വെയിനിൽ കൂടെയുള്ള രക്തയോട്ടം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എക്സസൈസ് വേണം. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി ഇപ്പം പെട്ടെന്ന് 6 പാക്ക് ആകണമെന്ന് വെച്ച് വെയിറ്റ് എല്ലാം പൊക്കുകയാണെങ്കിൽ ആ വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ ഒരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തെറ്റിച്ച് ബേസിക്കലി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം നമ്മളുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്താണ് ഹാർട്ടിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത്. അപ്പൊ ഈ വെയിനിൽ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീനസ് പ്രഷർ കൂടും. വെയിനകത്തെ പ്രഷർ കൂടും. വാൽവുകൾക്കും രക്തക്കൊഴലുകൾക്കും വെയിനുകൾക്കും ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വെയിന് തടിച്ച് അവിടെ വാൽവുകൾക്ക് ഡാമേജ് വന്നിരിക്കുന്ന. അത് പ്രഷർ പെട്ടെന്ന് കൂട്ടി ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെ അത് തെറ്റായ ആ ബ്രീതിങ് ടെക്നോളജി കാരണമാണ്. ടെക്നിക്സ് കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ബേസിക്കലി എക്സസൈസ് നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹാർട്ട് പോലെ ഈ നമ്മുടെ കാലിലെ പ്രത്യേക മസിലുകളുടെ ആക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ ബ്ലഡ് മുകളിലേക്ക് കയറുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം ആ ബ്ലഡാണ്, മസിലാണ്. മസിൽ പമ്പിങ് പ്രത്യേകിച്ച് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് വെരിക്കോസ്. പക്ഷെ ഒത്തിരി കൂടുതൽ വെയിൻ വന്ന പെർഫറേറ്റേഴ്സ് ഒക്കെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഇത് കൂടുമായിരിക്കും ചെയ്യുന്നത്. കാരണം നടക്കുമ്പം ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിൻ്റെ ഡാമേജ് കാരണം അത് തിരിച്ച് പുറകോട്ടും പോവും. പിന്നെ ഈ സൂപ്പർഫിഷ്യൽ വെയിനിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ സൂപ്പർഫിഷ്യൽ വെയിനിൽ ഇങ്ങനെ വീർത്ത് വന്നിട്ട് അത് പൊട്ടുകയൊക്കെ ചെയ്യുന്നത്. അതായത് ബ്രെയിൻ തീരെ തിന്നായി അവിടെ പ്രഷർ കൂടിയിട്ട് അത് സ്കിന്നിന് ഡാമേജ് ആയിട്ടിരിക്കുകയായിരിക്കും. അത് പുറത്തേക്ക് പൊട്ടി ബ്ലഡ് ഒഴുകാൻ തുടങ്ങും. ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും കേൾക്കുന്നത് അത് ശരിക്കും ഒരു ലക്ഷണം പോലെയാണ് വേറെ പല അസുഖങ്ങളും ഉണ്ടാകാനുള്ളതിൻ്റെ. അപ്പം അത് എത്രമാത്രം ശരിയാണ്? വെരിക്കോസ് വെയിൻ ശരിക്കും നമ്മളൊരു ലോകലക്ഷണം ഇട്ടിട്ട് തന്നെ എടുക്കണം. അതായത് പ്രഷർ നോക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പലപ്പോഴും പ്രഷറിന്റെ തുടക്കത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആർട്ടറിയിലെ പ്രഷർ കൂടുന്നതാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ കൂടി പ്രഷർ കൂടാൻ കാരണം നമ്മുടെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ട് രക്തക്കൊഴലുകൾ ചുരുങ്ങി വരുന്നത് കൊണ്ടാണല്ലോ ബ്ലഡ് പ്രഷർ കൂടി അത് പിന്നെ കൂടി വന്ന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത്. ഇതിലാണെങ്കിൽ നേരെ തിരിച്ച് ഡയലേറ്റ് ചെയ്യുക. വെയിൻസിലത് മറ്റേത് രക്തക്കൊഴലുകൾ നാരോ ആകുകയാണ് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ ഡയലേറ്റ് ചെയ്ത് അതിന്റെ തിക്നെസ് കുറഞ്ഞ് അവിടെ ബ്ലഡ് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡ് കെട്ടി നിന്ന് കഴിയുമ്പോൾ പ്രഷർ കൂടി അത് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ഫ്ലോ ഇല്ലാതെ വന്നു കഴിയുമ്പം സ്കിന്നിന് വരുന്ന ഡാമേജ്, മൊത്തത്തിൽ വരുന്ന ഡാമേജുകൾ കാരണം ബ്ലീഡിങ് വരിക, അൾസർ വരിക, ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് കൊണ്ട് ഈ ഇത്തരം വെയിൻസിന് വരുന്ന ഡാമേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പുറമെ ലക്ഷണമായിട്ട് വരുന്നത് ഒന്ന് കാലിലായിരിക്കും. അതിനു മുമ്പേ പലർക്കും വെരിക്കോസ് പൈൽസ് വരുന്നുണ്ടാവും, ഹെമറോയിഡ്സ്. ഇപ്പൊ ഏനസ് ബ്ലീഡിങ്, മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ്, അല്ലെ മലദ്വാരത്തിന്റെ അവിടെ പൈൽസ് അർഷസ് വരുന്ന പുറത്തേക്ക് തള്ളി വരും, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻസും ഉണ്ടാകാം പലപ്പോഴും. പക്ഷെ ആരും അതൊന്നും അറിഞ്ഞെന്ന് വരികയില്ല. ഒരു ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം എന്തെങ്കിലും വരുമ്പോൾ ഒരു യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റോ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ നമ്മളുടെ ഗ്രാവിറ്റേഷൻ എൻ്റെ ആപ്പിളിൽ വരുന്ന ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് വരുന്ന ഏനസ്, ടെസ്റ്റിസ്, അതുപോലെ കാലിലുമാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് നമ്മുടെ ത്രൂഔട്ട് ബോഡിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഓൾമോസ്റ്റ് 1 lakh kilometers ആണ് രക്തക്കൊഴലുകളുടെ ബോഡിയിലുള്ള ലെങ്ത്.
അപ്പൊ അത്രയും ദൂരത്തിൽ രക്തക്കൊഴലുകളുണ്ട്, അത്രയധികം രക്തക്കൊഴലുകളുണ്ട്. ഇപ്പൊ ഇതിന് എല്ലാത്തിനും തന്നെ ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അവയവത്തിനെ വേണേലും ബാധിക്കാം. അപ്പൊ മിക്കവാറും നമ്മൾ ഇത്തരം ഈ വെരിക്കോസ് വെയിൻസോ പൈൽസോ ഒക്കെ ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അവരും വെയിൻസിനെയും ആർട്ടറിയും ഒക്കെ ബാധിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ആർട്ടറിക്കൊക്കെ ആണെങ്കിൽ കൂടുതലും മസ്കുലറും കൂടെയാണ്, ഹാർട്ടും ആർട്ടറിയും ഒക്കെ. പക്ഷെ അതിനകത്ത് ഈ കൊളാജൻ, അതാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും, കൊളാജൻ അതിനെ ബാധിക്കുന്നതാണ്. അതാണ് ഈ വാൽവും വെയിനും ഒക്കെ കൂടുതലും കൊളാജൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അതിന് ഡാമേജ് വരുന്നത് കൊണ്ടും കൂടെയാണ്. അപ്പം ഇത് ജസ്റ്റ് കാലയിലോ എനസിലോ മാത്രമല്ല, ഇതിന്റെ ഒരു ഇമ്പാക്ട് ഓൾ ഓവർ ദ ബോഡി ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ വേരിക്കോസ് വെയിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് പൈൽസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞല്ലോ. ഈ പൈൽസിൻ്റെ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? പൈൽസിൻ്റെ ആ ഏനൽ റീജിയനിൽ ബ്ലഡ് പ്രഷർ സ്റ്റാഗ്നേഷൻ വന്ന് പ്രഷർ കൂടി വാൽവിന് ഡാമേജ് വന്ന് അവിടെ നീർക്കെട്ടും കൂടെ വരുമ്പോഴാണ് പൈൽസ് വരുന്നത്. അപ്പം ബേസിക്കലി മെക്കാനിസം രണ്ടിലും വരുന്ന ഒന്ന് തന്നെയാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ഏരിയ, കാലിലൊക്കെ അതിനേക്കാളും വെരി മോർ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ടാണ് മോർ ചെറിയ നേരിയ രക്തക്കൊഴലുകളാണ്, വെന്യൂൾസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൈൽസിന്റെ ബ്ലീഡിങ് വരുത്തുമ്പം വെന്യൂൾസ് വളരെ ചെറിയ രക്തക്കൊഴലുകളാണ്. അത് അവിടെ മ്യൂക്കസ് മെമ്പറൈൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ പൈൽസ് ഉള്ളവർ മിക്കവാറും സ്ട്രെയിൻ ചെയ്യും. അവിടെ ബ്രീത്തിങ് വെരി ഇമ്പോർട്ടൻ്റാണ്. പൈൽസ് ഉള്ളവർക്ക് ബ്ലീഡിങ് വരുന്നത് മിക്കവാറും അവർ മലവിസർജനത്തിനായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിലെ പ്രഷർ കൂടുമ്പോഴാണ് ഇത് പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നത്. പിന്നെ അത് ഇന്റേണൽ പൈൽസ് ആണ് ശരിക്കും എപ്പോഴും ബ്ലീഡിങ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, ഉള്ളിലെ പൈൽസ്. പിന്നെ പുറമേ വരുന്ന പൈൽസ് ആണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. അതിനാണ് ശരിക്കും കൂടുതൽ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനും പലപ്പോഴും ഇത് നമ്മുടെ ഫുഡുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പൊ അത് വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിൽ പലർക്കും അറിയില്ല. അതൊരു അൾസറിന്റെ നിലയിലെത്തിയാൽ പലർക്കും മനസ്സിലാകാൻ തുടങ്ങും വെരിക്കോസ് വെയിനും ഫുഡുമായിട്ട് ബന്ധമുണ്ടെന്ന്. രോഗിക്ക് മനസ്സിലാകുന്ന പലപ്പോഴും അപ്പോഴായിരിക്കും. അതിനു മുമ്പ് നമുക്ക് അറിയുന്നില്ലല്ലോ വേദനയൊന്നും. അൾസർ വരുമ്പോൾ അൾസർ കൂടുവോ വേദന വരുമോ എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടാവും. പിന്നെ പൈൽസിന്റെ കാര്യത്തിൽ പലർക്കും അറിയാം ചില ഫുഡ് കഴിക്കുമ്പോഴാണ് അതിനോട് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില ഭക്ഷണം ഇങ്ങനെയുള്ള രോഗികൾക്ക് പറ്റാത്ത അത്തരം ഫുഡ് അവരുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് പൈൽസിന് നമുക്ക് വ്യക്തമായിട്ട് പലർക്കും അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ വേരിക്കോസിലും വരുന്നത് എന്തുകൊണ്ടാണ്? വെരിക്കോസിലും സെയിം മെക്കാനിസം. കാരണം സ്ക്രോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഏനസ് പോലെ ആ ഒരു താഴെയാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഈ വെരിക്കോസ് പുരുഷന്മാരിലാണല്ലോ ഇത് കൂടുതൽ വരുന്നതുണ്ട്, പുരുഷന്മാരിൽ മാത്രമാണല്ലോ കൂടുതൽ. ലേഡീസിനും ആ ടൈപ്പിലുള്ളത് വരാം. അവർക്ക് പെൽവിക് കൺജഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും. പുറമേ അങ്ങനെ കാണാനുണ്ടാവില്ല. താഴെ പെരിനിയൽ ഏരിയ, അതായത് പ്രൈവറ്റ് പാർട്സിന്റെ ആ ഭാഗത്ത് അകാരണമായിട്ടുള്ള വേദന പുകച്ചിലും ഒക്കെ തോന്നുന്നതും ഇതുപോലെയുള്ള ഈ വീനസ് പൂളിങ് കൊണ്ട് വരാം. രണ്ടു കൂട്ടർക്കും വരാം. പക്ഷെ അങ്ങനത്തെ ഒരു എൻറ്റിറ്റി ആയിട്ട് യൂഷ്വലി അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിലും ഈ വെയിനിന് ഡാമേജ് വരുന്നു. അപ്പൊ അത് പൂളിങ് വരുന്നത് താഴെ ആയതുകൊണ്ട് ആ താഴത്തെ ഏരിയയിലുള്ള സ്ഥലങ്ങളിൽ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയായി. അടുത്ത പാർട്ടിൽ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വെരിക്കോസ് വെയിനിന്, പൈൽസ്, വെരിക്കോസിലിനുള്ളതിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. നന്ദി.